നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കണി കണ്ടുണർന്ന് മലയാളം. കർണികാരങ്ങളാൽ കണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം 17-ന് തുടങ്ങും. 89 ക്യാമ്പുകളിലായി 24,000 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളാകുന്നത്. മെയ് 2-ാം വാരം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. തെന്മലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ പകൽ സമയത്തും കാട്ടാന ഇറങ്ങുന്നു. മാമ്പഴത്തറയിലാണ് കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുന്നത്. മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ്. എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റിൽ സാന്നിധ്യം അറിയിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക്. ഒരു വിഷുപ്പാട്ടിന്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു ചെന്നു. മലയാളത്തിന് വിഷു എത്രയും പ്രിയപ്പെട്ടതാണെന്ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ഈ വരികളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. മലയാളം വിഷുവിനെ വരവേൽക്കുമ്പോൾ അത് സമൃദ്ധിയിലേക്കുള്ള പ്രതീക്ഷയുടെ അയനം കൂടിയാണ്. എല്ലാ പ്രേക്ഷകർക്കും സൗത്ത് വിഷന്റെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യം വിഷു കാഴ്ചകളിലേക്ക്. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുലരിയുമായി മലയാളികൾ വിഷു ആഘോഷിച്ചു. സമൃദ്ധിയും ഐശ്വര്യവും കണ്ടുണർന്നാണ് മലയാളം വിഷു ആഘോഷം ആരംഭിക്കുന്നത്. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ കണി ഒരുക്കിയിരുന്നു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമായി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള മലയാളി മനസ്സിന്റെ പ്രതീക്ഷ കൂടിയാണിത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്ന് പറയാം. വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കുന്നുണ്ട്. കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് വിഷുപ്പുലരിയിൽ മലയാളി കൺതുറക്കുന്നത്. വിളവെടുപ്പുത്സവം എന്ന് പേരുള്ളതുകൊണ്ട് കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. നിലവിളക്ക് തെളിച്ച് ഊട്ടുരുളിയിലാണ് കണിയൊരുക്കുന്നത്. കൊന്നപ്പൂവ്, വെള്ളരി, മാങ്ങ, ചക്ക, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം വിളക്കിന് മുന്നിൽ ഒരുക്കിയാണ് കണി ഒരുക്കുന്നത്. കൃഷ്ണപ്രതിമയും മതഗ്രന്ഥങ്ങളും ഉൾപ്പെടെ കണി കാണാനായി വെക്കുന്നു. വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും 2 വിശ്വാസങ്ങളാണുള്ളത്. തിന്മയുടെ പ്രതീകമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ആഘോഷമാണ് വിഷു എന്ന് ഐതിഹ്യമുണ്ട്. രാവണന്റെ ഭരണകാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും രാവണവധത്തിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നുമുള്ള വിശ്വാസമുണ്ട്. ലങ്കാദഹനത്തിന്റെ പ്രതീകമായി വിഷു തലേന്ന് വീട്ടുപരിസരം വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്ന രീതിയും ചിലയിടങ്ങളിലുണ്ട്. സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കണി കണ്ടുണർന്ന് ഓരോ മലയാളിയും വിഷു ആഘോഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തെന്മലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. പകൽ സമയത്തുൾപ്പെടെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നുണ്ട്. മാമ്പഴത്തറയിലാണ് കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത്. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ ഇടവഴികളിലും വീടിന്റെ പരിസരങ്ങളിലും തമ്പടിക്കുന്നതും പതിവാണ്. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് തെന്മല മാമ്പഴത്തറ ഗ്രാമം. പകലന്തിയോളം കൂട്ടമായി എത്തുന്ന ആനകൾ ഇടവഴികളിലും വീടിന്റെ പരിസരത്തുമായി തമ്പടിക്കുകയാണ്. ഇതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാനാകുന്നില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തുന്നവർ ആനയുടെ മുന്നിൽ അകപ്പെടുന്നതും നിത്യസംഭവമായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്രയും കാട്ടാനശല്യം പ്രദേശത്തുണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഒരാഴ്ചയായി വൈകിട്ട് 5:30-ഓടെ ഗ്രാമത്തിലിറങ്ങുന്ന കാട്ടാനകൾ
അടുത്ത ദിവസം പുലർച്ചെയാണ് മടങ്ങുന്നത്. ഇതോടെ പലർക്കും സ്വന്തം കൃഷിയിടത്തിലേക്കോ തോട്ടമേഖലയിലെ ടാപ്പിംഗ് ജോലികൾക്കോ പോകാനാകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. ഒരാഴ്ചയായി 25ഓളം കുടുംബങ്ങളിലെ പ്ലാവുകളിലെ ചക്കകൾ മുഴുവനായും കാട്ടാനകൾ ആഹാരമാക്കി. കഴിഞ്ഞ ദിവസം ശങ്കരവിലാസത്തിൽ കുട്ടപ്പന്റെ കൃഷിയിടത്തിനു ചുറ്റുമുള്ള വേലി കാട്ടാന നശിപ്പിച്ചു. വാഴകൾ ചവിട്ടിമെതിച്ചു. രാത്രിയോടെ എത്തിയ കാട്ടാനകൾ പുത്തൻ വീട്ടിൽ ആസാദിന്റെയും അസീസിന്റെയും പ്ലാവിലെ ചക്കകൾ മുഴുവൻ അകത്താക്കി. തൊട്ടടുത്ത വീട്ടിലേക്ക് പോയ മസൂദ് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്തു. ഭാഗ്യം കൊണ്ടാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 2 ദിവസം മുമ്പ് മാമ്പഴത്തറ സ്വദേശി വിക്രമൻ ജീപ്പിൽ പോകുമ്പോൾ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു. തലനാഴിക്കാണ് ഇയാളും രക്ഷപ്പെട്ടത്. മാമ്പഴത്തറയുടെ പല ഭാഗത്തായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സൗരോർജ്ജ വേലികളും തകർച്ചയുടെ വക്കിലാണ്. മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിന് താഴ്ഭാഗത്ത് ആറിനോട് ചേർന്നുള്ള ഭാഗത്തെയും മാമ്പഴത്തറ കവലയിൽ വനസംരക്ഷണ സമിതി കെട്ടിടത്തിന് മുൻഭാഗത്ത് പാതയിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാൻ സ്ഥാപിച്ച വേലികൾ മുഴുവനും തകർന്ന നിലയിലാണ്. കൃത്യമായ സമയത്ത് സൗരോർജ്ജ വേലിക്ക് ചുറ്റുമുള്ള കാട് നീക്കാത്തതും മുകളിൽ മരങ്ങൾ വീണും വേലി നശിച്ചു. ഇതോടെ ആനകൾക്ക് നിഷ്പ്രയാസം ഗ്രാമത്തിലേക്ക് കടക്കാനാകും. ജനങ്ങളുടെ സംരക്ഷണത്തിനായി കാട്ടാനകളെ ഗ്രാമത്തിൽ നിന്ന് അകറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. കല്ലട കനാൽ തുറക്കുന്നത് വൈകുന്നു. കൃഷിനാശം, കുടിവെള്ളക്ഷാമം എന്നിവ മൂലം ജനങ്ങൾ വലയുന്നു. കൊല്ലം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലാണ് കല്ലട കനാൽ തുറക്കാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. വേനൽ കടുത്തിട്ടും KIP കനാൽ തുറക്കാത്തതാണ് കൊല്ലം ജില്ലയിലെ ഗ്രാമീണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. ജലലഭ്യത ഉറപ്പാക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ ജനരോഷം ശക്തമാവുകയാണ്. കനാൽ തുറക്കുന്നത് നീണ്ടുപോകുന്നത് കാർഷിക മേഖലയെ തകർക്കുന്നതിനൊപ്പം ഗ്രാമങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും കാരണമാകുന്നുണ്ട്. ആയിരക്കണക്കിന് ഹെക്ടർ നെൽവയലുകളാണ് വെള്ളത്തിനായി കല്ലട കനാലിനെ പ്രധാനമായും ആശ്രയിക്കുന്നത്. കനാൽ വെള്ളം എത്താത്തതിനാൽ നെൽകൃഷിക്ക് പുറമെ തെങ്ങ്, വാഴ, പച്ചക്കറി കൃഷികളും ഉണങ്ങി നശിക്കുന്ന അവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത് കൃഷിയിറക്കിയ കർഷകർ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. കനാലിലൂടെയുള്ള നീരൊഴുക്ക് നിലയ്ക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പിനെയും ബാധിച്ചിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും പാചകത്തിനും കുളിക്കാനും ആശ്രയിക്കുന്നത് കിണറുകളെയാണ്. കനാൽ വെള്ളം ലഭിക്കാത്തതോടെ കിണറുകളും കുളങ്ങളും വറ്റി വരളാൻ തുടങ്ങി. തോടുകളുടെയും മറ്റ് സ്വാഭാവിക ജലസ്രോതസ്സുകളുടെയും ഒഴുക്ക് നിലച്ചത് പ്രാദേശിക പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അധികൃതർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ജീവിതം ദുസ്സഹമാകുന്ന സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ക്ഷീരമേഖലയിലും വെള്ളമില്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. തീറ്റപ്പുല്ല് കൃഷി ഉണങ്ങി നശിക്കുന്നത് പാലുൽപാദനത്തെയും കന്നുകാലികളുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന ഭീതിയുണ്ട്. കനാൽ തുറക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ കർഷക സംഘടനകളും നാട്ടുകാരും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ KIP ഓഫീസുകൾക്ക് മുന്നിൽ ധർണ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിഷുദിനത്തിൽ സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 1040 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഗ്രാമിന് 130 രൂപയാണ് കൂടിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1,13,920 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. ഇതോടെ ഒരു ഗ്രാമിന് 14,240 രൂപയായി മാറി. കഴിഞ്ഞ ദിവസവും സ്വർണത്തിന് വില കൂടിയിരുന്നു. 1,12,880 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വില. 14,110 രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ബുധനാഴ്ച പവന് കഴിഞ്ഞ ദിവസത്തേക്കാൾ 1040 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഒരു ഗ്രാമിന് 130 രൂപയാണ് വർദ്ധിച്ചത്. ഏപ്രിൽ 2-നാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത്. 1,09,240 രൂപയായിരുന്നു അന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ഇസ്ലാമാബാദിൽ നടന്നെങ്കിലും സമവായത്തിലെത്തിയിരുന്നില്ല. ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ എണ്ണ വിതരണത്തെയും ആഗോള വ്യാപാരത്തെയും കുറിച്ചുള്ള ആശങ്ക വിപണികളെ അസ്ഥിരപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിന്റെ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ് വിലയിരുത്തുന്നു. എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റിൽ സാന്നിധ്യം അറിയിക്കുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 2015 ശേഷം ആദ്യമായാണ് കാലാവസ്ഥാ വിഭാഗം മൺസൂണിന്റെ തോത് കുറയുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്.
ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന സൂചനയാണ് വിവിധ കാലാവസ്ഥാ മാതൃകകൾ നൽകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലും കർണാടകത്തിലും കാലവർഷത്തിന്റെ ആദ്യഘട്ടം മോശമാകില്ല. കേരളത്തിലെ തീരദേശ ജില്ലകളിലും മഴയുടെ അളവ് കുറയില്ലെന്നാണ് സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിന്റെ നിലവിൽ ലഭ്യമായ പ്രവചന മാതൃക പ്രകാരവും സംസ്ഥാനത്തെ പല തീരദേശ ജില്ലകളിലും പതിവ് പോലെ ശക്തമായ കാലവർഷം പെയ്തിറങ്ങാനാണ് സാധ്യത. എന്നാൽ മുംബൈയിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ മഴയുടെ അളവ് കുറയാനും വിതരണക്രമം താളം തെറ്റാനും സാധ്യതയുണ്ട്. പസഫിക് സമുദ്ര താപനിലയുമായി ബന്ധപ്പെട്ട എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റ് മാസത്തോടെ സാന്നിധ്യം അറിയിച്ചേക്കാമെന്ന് IMD മേധാവി ഡോക്ടർ M മഹാപത്ര പറഞ്ഞു. ഇത് മഴയുടെ ശക്തിയും തോതും കുറയ്ക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും സമുദ്ര താപനില മാറിമറിയുന്നത് മൂലമുണ്ടാകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന സമുദ്ര താപന ദ്വന്ദ്വ പ്രതിഭാസം നീരാവി പകർന്ന ഇന്ത്യൻ മൺസൂണിന്റെ രക്ഷയ്ക്കെത്തുമെന്ന നേരിയ പ്രതീക്ഷ IMD ഉപേക്ഷിച്ചിട്ടില്ല. മാസത്തിൽ ഒരിക്കലെത്തുന്ന ആഗോള മഴപ്പാത്തി അനുകൂലമായാലും മഴ കോരിച്ചൊരിയും. ഇത് കേരളത്തിന് മുകളിലൂടെ മൺസൂൺ കാലത്ത് കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 2015 ശേഷം ഇതാദ്യമായാണ് കാലാവസ്ഥാ വിഭാഗം മൺസൂൺ തോത് കുറയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. 1960 ശേഷം 16 തവണ എൽനിനോ പ്രത്യക്ഷമായതിൽ 9 തവണ രാജ്യം കടുത്ത വരൾച്ച നേരിട്ടു. 2002, 2009, 2015 വർഷങ്ങളിലായിരുന്നു ഇത് ഏറ്റവും രൂക്ഷം. യുദ്ധ സാഹചര്യം മൂലം രാസവളങ്ങളുടെ വരവ് കുറഞ്ഞതിനൊപ്പം മഴ കുറഞ്ഞ് വരൾച്ചാ സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വിഷു കൈനീട്ടവും വിഷു ആഘോഷവും നടത്തി. അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് വിഷു കൈനീട്ടവും പുതുവസ്ത്രവും നൽകി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് വിഷുദിനാഘോഷം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി അന്തേവാസികൾക്ക് വിഷു കൈനീട്ടവും വിഷുപ്പുടവയും നൽകി. ക്ഷേത്ര ജീവനക്കാർ, ആശ്രിതർ എന്നിവർക്കും വിഷു കൈനീട്ടം നൽകി. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജീവ് കടകംപള്ളി, സെക്രട്ടറി BS വിനോദ, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിനാണ് ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ക്ഷേത്രഭരണസമിതി എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും നിങ്ങൾക്ക് വരുംകാലങ്ങളിൽ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഈ ദിനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് വരുന്ന വർഷങ്ങളിൽ നമ്മുടെ നാടിനും നമുക്കും കുടുംബങ്ങൾക്കും ഒന്നും ഒരു ദോഷവും ഉണ്ടാകാതെ നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഏതാണ്ട് 100 അടുത്ത ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്കൊരു കുറവും വരാത്ത തരത്തിൽ ഞങ്ങൾ വരും നാളുകളിൽ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷു കൈനീട്ടം കൊടുത്ത് ഈ ഭരണസമിതിയുടെ പ്രവർത്തനത്തിന് എന്നും ഊർജ്ജസ്വലത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടന്നത്. സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം പുതിയതായി വന്ന ഒരു ഭരണസമിതി ആർക്കാണോ അനിവാര്യമായി നമുക്ക് വിഷു കൈനീട്ടം തുടങ്ങേണ്ടത് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ കുടുംബാംഗങ്ങളെയും അവർക്ക് വസ്ത്രങ്ങൾ അവരുടെ അനുയോജ്യമായ രീതിയിൽ തയ്പ്പിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു വിഷു കൈനീട്ടം നൽകണമെന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആദ്യമായി നടക്കുന്നത്. കാരണം ഞങ്ങൾ കൂടുതലും ഊന്നൽ കൊടുക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ജനങ്ങളുടെ താഴെ തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ പരിപാലിക്കുന്നതിനും ആ ഒരു ചടങ്ങിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത്. ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് ഞങ്ങൾ അധികാരമേറ്റ ആദ്യ ഒരു ചടങ്ങാണ്. ഏറ്റവും മോഹനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് നമ്മൾ വിഷു കൈനീട്ടം തന്നെ കൊടുക്കുന്ന വസ്ത്രങ്ങളടക്കമുള്ളത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
ഓടയുടെ നിർമ്മാണം മന്ദഗതിയിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര കാമ്പിശ്ശേരി റോഡിൽ കൊറ്റമ്പള്ളി റെയിൽവേ ഗേറ്റിന് കിഴക്ക് ഭാഗത്താണ് ഓട നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണം മന്ദഗതിയിലായതോടെ യാത്രക്കാരും ദുരിതത്തിലായി. ചങ്ങൻകുളങ്ങര കാമ്പിശ്ശേരി റോഡിൽ കൊറ്റമ്പള്ളി റെയിൽവേ ക്രോസിന് കിഴക്ക് ഭാഗത്ത് ഡ്രെയിനേജ് വർക്കിന്റെ ഭാഗമായാണ് ഓട നിർമ്മിക്കുന്നത്. റോഡിന്റെ വടക്കുഭാഗത്ത് ഓടയ്ക്കായി കുഴിയെടുത്ത് 1 മാസമായിട്ടും നിർമ്മാണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് പ്രദേശവാസികളും യാത്രക്കാരും ദുരിതത്തിലായത്. നിർമ്മാണം നടക്കാത്തതിനാൽ ഈ ഭാഗത്തുള്ളവർ ഏറെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കരാറുകാരോ ബന്ധപ്പെട്ട അധികൃതരോ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. പഞ്ചായത്തിന്റെ 11ാം വാർഡാണ് കൊറ്റമ്പള്ളി. ഇത് ചങ്ങൻകുളങ്ങര ഓച്ചിറ ബ്ലോക്ക് ഓഫീസിന്റെ അവിടുന്ന് പള്ളിയുന്നം പോകുന്ന PWDയുടെ റോഡാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഒരു PWD റോഡായതാണ്. ഇത് ഒരു മെയിൻ റോഡ് പോലെ സഞ്ചാര യോഗ്യത. തേനി വരെ പോകാൻ സൗകര്യമുള്ള റോഡായത്. കിഴക്കോട്ടുള്ള മടത്തി സ്കൂളിൻ്റെ അടുത്തുള്ള പ്രധാന റോഡാണ്. PWD റോഡാണ്. PWDക്കാർ പറഞ്ഞു ഓട നവീകരണം എന്ന് പറഞ്ഞ് കീറിയിട്ടിട്ട് 1.5 മാസമാവും. ഞങ്ങൾ 5-6 വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓരോരുത്തരും ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും കാർ വെളിയിലോട്ട് ഇറക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഇരിക്കുകയാണ്. ഇത് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ തടസ്സപ്പെട്ടുകൊണ്ട് കുറച്ച് വീട്ടുകാർ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്തുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് നമുക്ക് മുന്നോട്ട് നടത്തേണ്ടതായിട്ട് വരും. കാരണം ഇത് നമ്മൾ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നിരന്തരം മഠത്തിൽ സ്കൂളിലെ ഉൾപ്പെടെയുള്ള പിള്ളേർ വന്നുകൊണ്ടിരുന്നൊരു വഴിയാണ്. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് അവധി ആയതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ പിള്ളേരൊന്നും ഇപ്പോൾ ഇല്ലാത്തത്. പക്ഷേ രാത്രി കാലങ്ങളിലടക്കം നിരന്തരം യാത്രക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ആ പാതയിൽ ഇത്തരത്തിൽ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു അനിശ്ചിതമായിട്ട് ഈ പണി തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഈ വീട്ടുകാർക്ക് ഈ പ്രായമായ എണ്ണൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഇവിടെ വണ്ടി ഒന്ന് കൊണ്ടുവന്ന് അകത്തേക്ക് ഉരുട്ടിക്കയറ്റാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇതിലെ കൂടെ യാത്ര ചെയ്യുന്ന അധികാരികളില്ലേ, ജനപ്രതിനിധികളില്ലേ, ഇവർക്ക് ആർക്കും ഈ കാര്യത്തിലൊരു ഉത്തരവാദിത്വമില്ലേ. കൃത്യമായി അത് പരിഹരിച്ചു പോയില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ അനുവർത്തി വളരെ ഇവിടെ യാത്ര തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം 17-ന് തുടങ്ങും. 89 ക്യാമ്പുകളിലായി 24,000 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളാകുന്നത്. മെയ് 2-ന് മൂല്യനിർണ്ണയം പൂർത്തീകരിച്ച് മെയ് 2-ാം വാരം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃക്രമീകരിച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയമാണ് വ്യാഴാഴ്ച ആരംഭിക്കുന്നത്. ഏപ്രിൽ 6 മുതൽ 25 വരെ മൂല്യനിർണ്ണയം നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടന്നതിനാലാണ് തീയതിയിൽ മാറ്റം വന്നത്. സംസ്ഥാനത്ത് 89 ക്യാമ്പുകളിലായി 24,000 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളാവുന്നത്. പുതുക്കിയ കലണ്ടർ പ്രകാരം 3 ഘട്ടമായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ടം ഏപ്രിൽ 16 മുതൽ 18 വരെയും, 2ാം ഘട്ടം 20 മുതൽ 25 വരെയും, 3ാം ഘട്ടം ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെയുമാണ്. മെയ് 2-ാം വാരത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. SSLCക്ക് 4.14 ലക്ഷം വിദ്യാർത്ഥികളുടെ 36 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം ചെയ്യുന്നത്. 70 കേന്ദ്രങ്ങളിലായി 10,500 അധ്യാപകർ ഇതിന്റെ ഭാഗമാകും. ഹയർ സെക്കൻഡറിയിൽ 8.7 ലക്ഷം വിദ്യാർത്ഥികളുടെ 80 ലക്ഷത്തോളം പേപ്പറുകളാണ് മൂല്യനിർണ്ണയം ചെയ്യുക. VHSEയിൽ 30,000 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ 9 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം മെയ് 2-ന് പുറത്തുവരും. ന്യൂസ് ഡെസ്ക്. പുനലൂരിൽ അമൃത് ഭാരത് പദ്ധതി പാതി വഴിയിൽ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ പദ്ധതി പ്രകാരം ആരംഭിച്ച നവീകരണം ഇഴഞ്ഞു നീങ്ങുകയാണ്. നിർമ്മാണം ആരംഭിച്ച് 2 വർഷങ്ങൾ കഴിയുമ്പോഴും പകുതി നിർമ്മാണം പോലും കരാറുകാർ പൂർത്തീകരിച്ചിട്ടില്ല. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. 2 വർഷം കഴിയുമ്പോഴും നിർമ്മാണങ്ങൾ പകുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. ലിഫ്റ്റ്, ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും പ്രധാന പ്രവൃത്തികളെല്ലാം പാതി വഴിയിലാണ്. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നവീകരണം എങ്ങും എത്തിയിട്ടില്ല. സ്റ്റേഷന് മുന്നിലെ റോഡ് വികസനവും പാർക്കിംഗ് ഏരിയയും പൂർത്തിയാക്കാൻ കാലതാമസം നേരിടുകയാണ്. യാത്രക്കാർക്കായി വിഭാവനം ചെയ്ത പുതിയ വെയിറ്റിംഗ് ഹാളും കോൺകോഴ്സ് ഏരിയയും നിർമ്മാണ ഘട്ടത്തിൽ
തുടരുകയാണ്. ലോക്കോ പൈലറ്റുമാർക്കും ജീവനക്കാർക്കുമായി ഒന്നാം പ്ലാറ്റ്ഫോമിന് സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച 3 നില കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അത്യാധുനിക സിഗ്നൽ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെ സ്ഥലപരിമിതി വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ DRM സ്ഥലം സന്ദർശിച്ച ഹാളിന്റെ വിസ്താരം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെയും നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ഇടുങ്ങിയ സൗകര്യത്തിൽ മാത്രമാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഗുണനിലവാരമില്ലായ്മയും സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് മധുര ഡിവിഷണൽ മാനേജർ ഓം പ്രകാശ് വീണ 2 തവണ പരിശോധന നടത്തിയിരുന്നു. കരാറുകാരുടെ ശ്രദ്ധക്കുറവ് സംഘം ചൂണ്ടിക്കാട്ടിയെങ്കിലും നിർമ്മാണ വേഗതയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ജൂണിൽ കാലവർഷം എത്തുന്നതോടെ നിർമ്മാണങ്ങൾ വീണ്ടും തടസ്സപ്പെടുമെന്ന ആശങ്കയുമുണ്ട്. പുതിയ സർവീസുകൾ ആവശ്യപ്പെടുമ്പോൾ ലോക്കോ പൈലറ്റുമാരുടെയും റേക്കുകളുടെയും കുറവാണ് റെയിൽവേ അധികൃതർ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പുലർച്ചെ 3:20 പോകുന്ന പാലരുവി എക്സ്പ്രസും ആഴ്ചയിൽ 2 ദിവസമുള്ള വേളാങ്കണ്ണി എക്സ്പ്രസും പകൽ യാത്രക്കാർക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. രാവിലെ 10-ന് പുനലൂരിലെത്തി വൈകിട്ട് 5:15 വരെ വെറുതെ കിടക്കുന്ന മധുര ട്രെയിൻ കൊല്ലത്തേക്ക് ഒരു സർവീസ് കൂടി നടത്തിയാൽ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മധുര ഡിവിഷന് കീഴിൽ കേരളത്തിലുള്ള ഏക സെക്ഷനാണ് പുനലൂർ. എന്നിട്ടും അവഗണന മാത്രമാണ് ഫലമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കണി കണ്ടുണർന്ന് മലയാളം. കർണികാരങ്ങളാൽ കണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം 17-ന് തുടങ്ങും. 89 ക്യാമ്പുകളിലായി 24,000 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളാകുന്നത്. മെയ് 2-ാം വാരം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. തെന്മലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ പകൽ സമയത്തും കാട്ടാന ഇറങ്ങുന്നു. മാമ്പഴത്തറയിലാണ് കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുന്നത്. മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ്. എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റിൽ സാന്നിധ്യം അറിയിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.